രഞ്ജിനി ഹരിദാസ് ഊരാക്കൊടുക്കിൽ. രഞ്ജിനി ഹരിദാസിന് മലയാളികൾക്ക് ഒരു ആമുഖം ആവശ്യമില്ല, അത്രയും പരിചിതമാണ് മലയാളികൾക്ക് രഞ്ജിനി ഹരിദാസ്. ടെലിവിഷൻ ആങ്കറിങ്ങിലൂടെയും അല്ലാതെ വലിയ സമ്മേളനങ്ങളിലൊക്കെ ആങ്കറിങ് ചെയ്ത് മലയാളികൾക്ക് വളരെ പരിചിതമായിട്ടുള്ള ഒരാളാണ് രഞ്ജിനി ഹരിദാസ്. മലയാളികൾ ഒരു വീട്ടിലെ അംഗത്തെ പോലെ കരുതുന്ന ഒരാളാണ് രഞ്ജിനി ഹരിദാസ്. അവർക്കെതിരെ നിരവധി വിമർശനങ്ങളൊക്കെ ഉണ്ട്. അതിനെയൊക്കെ അവർ വളരെ ബോൾഡായിട്ടാണ് അതിനെ നേരിടുന്നത്. പക്ഷെ ഇപ്പോൾ രഞ്ജിനി ഹരിദാസ് വലിയൊരു കുരുക്കിൽപ്പെട്ടിരിക്കുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹിയിലെ ജന്തർ മന്ദറിൽ നടത്തിയ പ്രക്ഷോഭം കഴിഞ്ഞ ദിവസം അക്രമാസക്തമായല്ലോ. അവർ പാർലമെന്റിലേക്ക് മാർച്ച് നടത്തി. ആ മാർച്ചിനെതിരെ പോലീസ് ലാത്തിചാർജ് ചെയ്തു. പോലീസിനെതിരെ കല്ലേറുണ്ടായി. CRPFനെതിരെ വിദ്യാർത്ഥികളുടെ കല്ലേറുണ്ടായി. മാത്രമല്ല CRPFിന്റെ ഭാഗമായി അവിടെ വന്ന റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെതിരെയും CJPക്കാരുടെ ആക്രമണമുണ്ടായി. അങ്ങനെ 29 വാഹനങ്ങളാണ് CJPക്കാർ നശിപ്പിച്ചത്. അതിൽ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടും. മാത്രമല്ല 18 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവർ ചികിത്സയിൽ കഴിയുകയാണ്. അങ്ങനെ പോലീസിനെ ആക്രമിച്ചു, CRPFിനെ ആക്രമിച്ചു, പൊതുവാഹനങ്ങൾ തകർത്തു. അങ്ങനെ ഈ CJPക്കാർ അങ്ങനെ അഴിഞ്ഞാടിയപ്പോൾ രഞ്ജിനി ഹരിദാസ് അവർക്ക് പിന്തുണയുമായി ജന്തർ മന്ദറിലെത്തി. രഞ്ജിനി ഹരിദാസ് പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, നിരാഹാരം കിടന്ന സോനം വാങ്ചുക്കിനെ പോലീസ് എടുത്തുകൊണ്ട് പോയപ്പോൾ തൻ്റെ വികാരം വ്രണപ്പെട്ടു. അങ്ങനെ വൈകാരികമായിട്ടാണ് താൻ ഇവിടെ വന്നത്. നിരവധി തവണ പാറ്റ പാർട്ടിക്ക് വേണ്ടി താൻ FB പോസ്റ്റിൽ കൂടിയും സോഷ്യൽ മീഡിയ വഴിയും നിരവധി പോസ്റ്റുകൾ ഇട്ടു. അപ്പോഴൊക്കെ തനിക്കെതിരെ വിമർശനങ്ങളുണ്ടായി. പക്ഷേ ആ വിമർശനങ്ങളൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് താൻ ഡൽഹിയിലേക്ക് വന്നത്, സമരസ്ഥലത്തേക്ക് വന്നത്. ഇവിടെ വന്നപ്പോൾ താൻ നിരവധി ഗുരുതരമായിട്ടുള്ള പശ്ചാത്തലം മനസ്സിലാക്കി. അവിടേക്കുള്ള റെയിൽ ഗതാഗതം പോലീസ് പൂർണ്ണമായും നിയന്ത്രിച്ചു. മെട്രോ റെയിൽവേ പൂർണ്ണമായിട്ടും ആ ഗതാഗതം സ്തംഭിപ്പിച്ചു. അവിടെ ഉള്ളവർക്കെല്ലാം തന്നെ, അവിടെ താമസിക്കുന്നവർക്കെല്ലാം തന്നെ അവരുടെ നിത്യജീവിതവുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം പോലീസ് അവിടെ വലിയ തോതിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. സമരക്കാർക്കെതിരെ പോലീസ് അക്രമം അഴിച്ചുവിട്ടു. ഇവിടെയാണ് ഒരുപക്ഷെ രഞ്ജിനി ഹരിദാസ് കുടുങ്ങാൻ പോകുന്നത്. രഞ്ജിനി ഹരിദാസ് പറഞ്ഞ ഒരു കാര്യം, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഒരു ലോറിയിൽ കല്ലുകൾ കൊണ്ടുവന്നു. എന്നിട്ട് ഈ കല്ലുകൾ അവിടെ കൂടി നിന്ന ആൾക്കാരെ ഏൽപ്പിച്ചു. ആ ആൾക്കാരെന്ന് പറയുന്നത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ പിന്തുണക്കാരായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അവരെ കൊണ്ടു നിർത്തിയ ആൾക്കാരായിരിക്കുമല്ലോ. അങ്ങനെ കരുതി കൂട്ടി നിർത്തിയ ആൾക്കാർക്ക് ഈ കല്ലുകൾ കൈമാറി. എന്നിട്ട് ഈ ആൾക്കാരെ കൊണ്ട് സമരക്കാർക്ക് എതിരെ കല്ലെറിയിപ്പിച്ചു. അങ്ങനെ സമരക്കാരെ പ്രകോപിപ്പിച്ചു. എന്നിട്ട് വിദ്യാർത്ഥികൾ തിരിച്ചടിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവരെ ആക്രമിക്കുകയാണ് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ചെയ്തത് എന്നുള്ള വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് രഞ്ജിനി ഹരിദാസ് CRPFിനും നമ്മുടെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനും എതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്. കാരണം CCTV ദൃശ്യങ്ങളിലടക്കം പോലീസിന്റെയും CRPFിന്റെയും പക്കൽ ഈ വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ആ സമരക്കാർ പോലീസിനെ ആക്രമിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. മാത്രമല്ല 29 വാഹനങ്ങൾ തകർക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ആരോപണം രഞ്ജിനി ഹരിദാസ് ആരോപിക്കുമ്പോൾ അത് വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമാണ്. നമ്മുടെ സേനയുടെ ആത്മവീര്യം കെടുത്തുന്നതാണ്. ആ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഒരു ലോറിയിൽ നിറയെ കല്ലുമായി വന്നിട്ട് അവര് ഒരുക്കി നിർത്തിയ ആളുകൾക്ക് ആ കല്ല് കൊടുക്കുകയും ആ കല്ലുകൊണ്ട് വിദ്യാർത്ഥികളെ, ഈ സമരക്കാരെ, CJPക്കാരെ എറിയുകയും പിന്നീട് CJPക്കാർ പോലീസുകാരെയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിനെയും ആക്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കുകയും ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ള ഒരു ന്യായമാണ് രഞ്ജിനി ഹരിദാസ് ഉന്നയിക്കുന്നത്. അവരുടെ വാക്കുകൾ ഞാൻ കണ്ട കാര്യമാണ്, ഞാനിവിടെ വന്നപ്പോൾ കണ്ട കാര്യമാണ്. ഈ ലാത്തി ചാർജ് നടക്കുന്ന സ്ഥലത്ത് ഞാനും ഉണ്ട്. ഈ അടി എനിക്കും കൊള്ളായിരുന്നു. ഞാൻ തെറ്റിയൊരു സ്ഥലത്ത്, ഞാൻ ഇതിനകത്ത് പെട്ടുപോയി. അവർ അവിടെയും ഇവിടെയും കോഡൗൺ ചെയ്തു. ഞങ്ങൾ എല്ലാവരും ഇതിനകത്ത് പെട്ടുപോയി. വെള്ളമില്ല, ഭക്ഷണമില്ല, ഒന്നുമില്ലാതെ. അതുകൊണ്ട് എന്താ, പതുക്കെ ഇതിനകത്ത് സ്റ്റക്കായ ആൾക്കാരൊക്കെ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തായിരുന്നെങ്കിൽ സംസദിലേക്ക് കുറച്ച് ആൾക്കാർ നടക്കാൻ നോക്കി, കുറച്ച് പ്രഷർ ഇടാൻ നോക്കിയപ്പോൾ അവരെയൊക്കെ എന്തൊക്കെയാ ചെയ്തത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഡൽഹി പോലീസ് ഐ ഫീൽ സ്ലൈറ്റ്ലി ബെറ്റർ. മറ്റേ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് വാസ് ഹാർഷർ ബിക്കോസ് അവരാണ് കുറച്ചുകൂടെ അഗ്രസീവ് ആയി തോന്നുന്നു. ബിക്കോസ് എൻ്റെ എക്സ്പീരിയൻസ് എനിക്കറിയില്ല, അഫ്കോഴ്സ് അവരുടെ ഒരു ജോലിയാണ്, അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഇത് പീസ്ഫുൾ ആയ ഒരു പ്രൊട്ടസ്റ്റ് ആയിരുന്നു. അതിനെ അവരാണ് വന്ന് വയലന്റ് ആക്കിയത്. രാത്രി കല്ലും നിറച്ചുള്ള ഒരു ലോറി അവർ തന്നെ ഈ പ്രൊട്ടസ്റ്റ് ഒരു അൺവാണ്ടഡ് എലിമെന്റ്സിനെ പ്ലാന്റ് ചെയ്ത് എറിയിപ്പിക്കുന്നു. എന്നിട്ട് ഇവർ വയലന്റ്
സൈലന്റ് ആയി എന്ന് പറഞ്ഞ് തിരിച്ചിവരെ അടിക്കുന്നു. ഇതെന്താണ് വെള്ളരിക്ക പൊട്ടണോ? സോ സാഡ്. ആൻഡ് അത് പറയുമ്പോൾ കാണുമ്പോഴും ഇവര് വെസ്റ്റും കുറെ പ്രൊട്ടക്ഷനും ബോഡി വെസ്റ്റും ദേ ഹാവ് എ ഗൺ ആൻഡ് ദേർസ് എ സ്റ്റിക്ക് ഇൻ ദ ഹാൻഡ്. നമ്മളെല്ലാവരും യങ് പീപ്പിൾ ഞാൻ ഇവരാരും തിരിച്ചടിക്കുന്നില്ല, മനസ്സിലായില്ല. ഇവർ അടിച്ചോ എന്ന് പറഞ്ഞ് നിന്ന് കൊടുക്കുകയാണ്. ബിക്കോസ് അതാണ് ഇവരുടെ ഈ പാർട്ടിയുടെ ഒരു തീരുമാനമാണ്. നമ്മൾ തിരിച്ചൊന്നും പറയില്ല. അവർ നമ്മളെ അടിച്ചാൽ നമ്മൾ ചിരിക്കും, നമ്മൾ ചിരിച്ച് താങ്ക് യു എന്ന് പറയുന്ന രീതിയിലാണ്. പക്ഷെ അവരടിക്കുന്ന അടി ആ ലാത്തി, യു ഹാവ് ടു സീ ദാറ്റ്. അതൊക്കെ ഒടിയുന്നവരെയൊക്കെ അടിക്കുക. സോ സാഡ്. ഇവർക്കൊക്കെ ഒരു ഹൃദയമില്ലേ? ഇവരുടെ വീട്ടിൽ മക്കളില്ലേ? കഴിഞ്ഞ ദിവസത്തെ അക്രമാസക്തമായ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേരെയും പോലീസുകാർ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. അവിടെ സമരത്തിൽ പങ്കെടുക്കാതിരുന്ന ആൾക്കാരെ പോലും കൃത്യമായി തന്നെ പോലീസ് ഇപ്പോൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. കാരണം ഈ സമരത്തിന് മുന്നോടിയായി പോലീസ് അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. എല്ലാവിധ സജ്ജീകരണങ്ങളും പോലീസ് ഒരുക്കി. അവിടെ സമരത്തിന് വന്നത് ആരെല്ലാമാണ് സമരത്തിൽ പങ്കെടുത്തത്, ആരെല്ലാമാണ് പിന്തുണയുമായി രംഗത്തെത്തിയത് എന്നുള്ള സകല വിവരങ്ങളും ഡൽഹി പോലീസും CRPFും കളക്ട് ചെയ്ത് കഴിഞ്ഞു. അക്കൂട്ടത്തിൽ രഞ്ജിനി ഹരിദാസിന്റെ ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ പോലീസിന് എതിരായി സമരം ചെയ്ത, CRPFിന് എതിരായി സമരം ചെയ്ത രാജ്യദ്രോഹ കുറ്റം പോലും നിലനിൽക്കുന്ന, നമുക്കറിയാമല്ലോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ആക്രമിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമാണെന്ന് പല കോടതി വിധികളുമുണ്ട്. അതുപോലെ നമ്മുടെ CRPF ഭടന്മാരെ ആക്രമിക്കുന്നത് രാജ്യദ്രോഹ കുറ്റമായി വ്യാഖ്യാനിക്കാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ രഞ്ജിനി ഹരിദാസ് ഒരുപക്ഷെ ആ കേസിൽ ഉൾപ്പെടാനുള്ള സാധ്യതയേറെയാണ്. കാരണം സമരം നടക്കുമ്പോൾ അവരുടെ സാന്നിധ്യം അവിടെയുണ്ട്. അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ സമര ദിവസം തന്നെ അവിടെ വന്നു, എനിക്ക് സമരത്തിൽ പങ്കെടുക്കാൻ കഴിയാതെ ഞാൻ ഇവിടെ കുടുങ്ങിപ്പോയതാണ് എന്ന് രഞ്ജിനി ഹരിദാസ് പറയുന്നുണ്ട്. ഒരു കൂട്ടുകാരിയും ഒപ്പമുണ്ട്. അങ്ങനെ രഞ്ജിനി ഹരിദാസ് പറയുമ്പോൾ സമീപ ഭാവിയിൽ പോലീസും CRPFും എന്തായാലും ഈ 29 വാഹനങ്ങൾ തകർത്തതും 18 പോലീസ് ഉദ്യോഗസ്ഥരെയും സേനാംഗങ്ങളെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതുമായി ബന്ധപ്പെട്ട് എന്തായാലും FIR രജിസ്റ്റർ ചെയ്ത് കേസെടുക്കുമല്ലോ. അക്കൂട്ടത്തിൽ ഒരുപക്ഷെ അവിടെ നിന്നിരുന്ന മുഴുവൻ പേരെയും സമരക്കാർ എന്ന ഗണത്തിലേക്ക് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ രഞ്ജിനി ഹരിദാസും ആ ഗണത്തിൽ പെടും എന്നുള്ളതാണ് ഇവിടെ വളരെ ഗുരുതരമായി ഉയരുന്ന കാര്യം. അങ്ങനെ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് എതിരായി പറയുകയും സമര സ്ഥലത്ത് സജീവമായി ഇടപെടുകയും ചെയ്ത രഞ്ജിനി ഹരിദാസിനെതിരെ ഒരുപക്ഷെ കേസ് വന്നേക്കാം. അത് ഗുരുതരമായിട്ടുള്ള കേസ് വന്നേക്കാം, രാജ്യദ്രോഹം എന്ന നിലയിലുള്ള കേസ് വന്നേക്കാം. പക്ഷേ രഞ്ജിനി ഹരിദാസ് അതൊന്നും കൂട്ടാക്കുന്നില്ല. അവർ പറയുന്നത് ഇതെന്താ വെള്ളരിക്ക പട്ടണമാണോ എന്നാണ് അവർ ചോദിക്കുന്നത്. അത് കാത്തിരുന്ന് കാണാം. ഇത്രയും ഗുരുതരമായിട്ടുള്ള ഒരു ആക്രമണം നമ്മുടെ പൊതു സ്വത്തിന് നേരെ ഉയർന്നിരിക്കുന്നു. പോലീസ് വാഹനങ്ങൾ അടക്കമുള്ള നമ്മുടെ രാജ്യത്തിന്റെ പൊതു സ്വത്തിനെതിരായിട്ടാണ് CJPക്കാർ കല്ലെറിഞ്ഞ് തകർത്തത്. അതുകൊണ്ട് തന്നെ പോലീസും CRPFും ഈ ഒരു സമരത്തെയും അതിൻ്റെ അക്രമത്തെയും വളരെ ഗുരുതരമായിട്ട് തന്നെയാണ് കാണുന്നത്. കേന്ദ്ര സർക്കാരാകട്ടെ സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ഒരു നീക്കം എന്ന നിലയിലാണ് CJPക്കാരുടെ ഈ ഒരു സമരത്തെ കാണുന്നത്. അതുകൊണ്ട് കേന്ദ്രം നേരിട്ട് ഇടപെടുന്ന ഒരു കേസാണ്. ആ കേസുമായി ബന്ധപ്പെട്ട് അവിടെ അക്രമസമരം നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ പേരെയും പിടികൂടുക, അവർക്കെതിരെ ഗുരുതരമായിട്ടുള്ള കുറ്റം ചുമത്തുക എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ CRPFിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഡൽഹി പോലീസിന്റെയും മുന്നിലുള്ള ചുമതല. അവിടെ രഞ്ജിനി ഹരിദാസ് കുടുങ്ങുമോ എന്നുള്ളതാണ് പ്രധാനമായി ഉയരുന്ന ചോദ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.